ഒരു ചിത്രശലഭത്തിന് എത്ര കാലുകളാണ് ഉള്ളത്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ 4, ബി 5, സി 8, ഡി 6. Your time begins now. ഇരുപത് സെക്കൻഡുകളുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. 4 ആണോ? ഓപ്ഷൻ സി 8 സർ. ഇനിയും 13 സെക്കൻഡുകളുണ്ട്. ആലോചിക്കാവുന്നതാണ്. 11, 10 സെക്കൻഡാണ്. ഇനി ഉത്തരം ഫൈനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബി 6. ഡി 6. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഡി 6. ഓപ്ഷൻ ഡി 6 ആണ് അങ്ങ് കൺഫേം ചെയ്തിരിക്കുന്നത്. പച്ചക്കുതിരോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? ഡി 6 ശരിയായ ഉത്തരമാണ്. ചിത്രശലഭങ്ങളെ ഷഡ്പദങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലേ? 6 പാദങ്ങളുള്ള ജീവികളാണ് ഷഡ്പദങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി 8 കാലികൾ വേറെയുണ്ട്. അതിന് 8 കാലി എന്ന് തന്നെ നമ്മൾ വിളിക്കും. 6 കാലി എന്ന് വിളിക്കുന്ന 6 കാലികളുണ്ട്. അപ്പോൾ ഷഡ്പദങ്ങൾ, ചിത്രശലഭങ്ങളെ ഷഡ്പദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 6 കാലുകളാണ് ഷഡ്പദങ്ങൾക്കുള്ളത്. അങ്ങനെ 1000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. അതെ, എന്തായിരുന്നു അത്? ഞാനും എൻ്റെ അമ്മയും കൂടി അമ്മയെ ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് തിരിച്ചു വന്ന വഴിക്ക് ഒരു 4 കാലം കഴിഞ്ഞ് ഞങ്ങൾ കുറെ കൂടി വീടിന്റെ ഭാഗത്തേക്ക് അഡ്വാൻസ് ചെയ്യും. അപ്പോ ഒരു ചെത്തുതൊഴിലാളി സൈക്കിളിലെ ഒരു കന്നാസും വെച്ച് കെട്ടി നിറച്ച് കള്ളുമായിട്ട് വരുമ്പോ പുറകിൽ നിന്ന് വന്ന ഒരു 4 വീലർ അവിടെ തട്ടിയിട്ട് ഈ സൈക്കിളും കന്നാസും എല്ലാം കൂടി അയാളുടെ നെഞ്ചത്തേക്ക് മറിഞ്ഞു വീണിട്ട് അയാൾക്ക് എണീക്കാൻ പാടില്ല. അപ്പൊ അമ്മയ്ക്ക് നടക്കാം. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ റോഡ് സൈഡിൽ മാറി നിൽക്ക്, ഞാൻ ഇയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സൈക്കിളും സൂത്രമൊക്കെ നെഞ്ചത്തു നിന്ന് മാറ്റിയിട്ട് ഞാൻ അയാളെ തോളെ പിടിച്ച് തോളത്ത് കൈയിട്ടുണ്ട്. തൊട്ടടുത്ത് നിയർ ബൈ ആയിട്ടൊരു ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ച് അയാളെ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിനുള്ള മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ക്രമപ്പെടുത്തിയിട്ട് ഇപ്പൊ നോക്കിയപ്പോൾ അയാള് ഈ ആക്സിഡന്റ് പറ്റിയ ആള് എന്റെ സുഹൃത്തിന്റെ മരുമകനാണ്. ഞാൻ പിന്നെ പൈസയൊക്കെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് എന്റെ സുഹൃത്തിനെ, ഇവന്റെ അമ്മാവിനെ വിവരം അറിയിച്ച് അവര് വന്ന് അറിയും. അപ്പോ ഞാൻ ധരിച്ചത് എന്റെ അമ്മയ്ക്ക് ഇതിൽ നിന്ന് എന്റെ ഈ പ്രവൃത്തി അത്ര വലിയ എടുത്തു പറയത്തക്ക വലിയ പ്രവൃത്തി എന്നായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. രശ്മിയെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചൊരു സംഭവം എന്തായിരിക്കും? വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവം എന്തായിരിക്കും? എന്റെ ഒരു കസിൻ ഉണ്ട്, എന്റെ ചേട്ടനെ പോലെ തന്നെയാ. അപ്പൊ ചേട്ടന്റെ ഏജ് തന്നെയായിരുന്നു. ട്യൂമർ ഉണ്ടത് അറിഞ്ഞില്ല. അങ്ങനെ ആ മരണമാണ് എന്നെ. എന്ത് പ്രായമുള്ളപ്പോഴായിരുന്നു? 26. വീട്ടിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. നാട് ചാലക്കുടി ആണെങ്കിലും വീട്ടിലാണ്. കുടുംബാംഗത്തെ പോലെ, സഹോദരനെ പോലെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ മരണമാണ് നമുക്ക് തീരാ ദുഃഖമായിട്ട്. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂല്ലേ? ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം, ആദ്യമൊക്കെ സിനിമയിൽ വന്ന് എനിക്ക് മുമ്പേ സിനിമാ താരങ്ങളായ ആളുകളെ പരിചയപ്പെടുമ്പോൾ വലിയ ആരാധനയോടുകൂടി ഞാൻ അവരെ നോക്കിക്കാണും. പിന്നീട് അവരോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അപ്പോൾ അവരുടെ സുഹൃത്തായി മാറും. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഓരോരുത്തർ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച സിനിമ കാണുമ്പോൾ ഈ ദുഃഖം ഞാൻ അനുഭവിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഒരു ഔട്ട്ഡോറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളോളം ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് അഭിനയിക്കുകയും. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവാതിരിക്കുകയുള്ളൂ. 24 മണിക്കൂറിൽ വളരെ കുറച്ച് സമയം മാത്രമാണ്. അത്രയും സമയം, ബാക്കിയുള്ള സമയം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അപ്പം എപ്പോഴും തമാശയും കളിയും ചിരിയും സന്തോഷമായിട്ടായിരിക്കും ഞങ്ങളിങ്ങനെ ഈ ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ പങ്കിട്ട് പോകുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടാകാറുണ്ട്.
ഈ ദുഃഖം. അത് ഞങ്ങളുടെ ആ ദുഃഖം ഒരു പരിധിവരെ നിങ്ങളുടെയും കൂടെ ദുഃഖമാണ്. കാരണം നിങ്ങളിൽപ്പെട്ട ഒരാളുകൾ തന്നെ, നിങ്ങളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പലരുമാണ്. ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ തിലഞ്ചേട്ടൻ ഉൾപ്പെടെ ആണ് ഞാൻ പറയുന്നത്. വളരെ അടുപ്പം ഞങ്ങളോടുണ്ടായിരുന്ന ആളുകൾ വിട്ടകന്നു പോകുമ്പോൾ ഒരുപാട് ദുഃഖം നമുക്കും തോന്നാറുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം. പച്ചക്കുതിര. ഒരു സംസ്ഥാന ഗവർണറുടെ ഭരണകാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻസ് പ്ലീസ്. എ 5, ബി 6, സി 7, ഡി 10. യുവർ ടൈം ബിഗിൻസ്. ബി 6. കൺഫേം ചെയ്യാമോ? സംസ്ഥാന ഗവർണറുടെ ഭരണകാലാവധി 6 വർഷം എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ബി 6. ശരിയായ ഉത്തരം ചോദിക്കാം പച്ചക്കുതിരയോട്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? എ 5 വർഷമാണ് സംസ്ഥാന ഗവർണറുടെ ഭരണകാലാവധി. പ്രസിഡന്റിന്റെയും ഗവർണറുടെയും എല്ലാം ഭരണകാലാവധി അറിയാം. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ ഗവർണറാണ്. സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ പ്രഥമ പൗരൻ പ്രസിഡന്റാണെന്ന് പറയും, രാഷ്ട്രപതിയാണെന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റിന്റെ പ്രഥമ പൗരനാണ്. അത് ഔദ്യോഗിക പദവിയാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നതല്ലല്ലോ. ഗവർണർ പോസ്റ്റിംഗ് 5 വർഷമാണ്. അപ്പോൾ ശരിയായ ഉത്തരം 5 ആണ്. അങ്ങ് തെറ്റിദ്ധരിച്ചിട്ടാണ് 6 എന്ന ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണെന്നറിയാമല്ലോ അല്ലെ? HR ഭരദ്വാജാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. 5 വർഷമാണ് ഓരോ ഗവർണർമാരുടെയും ഭരണകാലാവധി. അപ്പോൾ 1000 രൂപയ്ക്കുള്ള ഹോം ഫർണിച്ചർ സമ്മാനമായി ലഭിച്ചു. ഏതായാലും അങ്ങോടൊപ്പം ഇത്രയും സമയം പങ്കിടാനും ഇത്രയും അനുഭവങ്ങൾ പങ്കിടാനും സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ സന്തോഷം. തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന 1000 രൂപയുടെ സമ്മാന കൂപ്പൺ ഞാൻ ഏൽപ്പിക്കും. അടുത്തതായി പ്രതീക്ഷാ പഥത്തിലേക്കെത്തേണ്ട മത്സരാർത്ഥിയെ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രതീക്ഷാ സൂചനയിലേക്ക് പോകുന്നതിന് മുമ്പ് വി വിൽ ഗോ ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. മത്സരാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനുള്ള പ്രതീക്ഷാ സൂചനയിലേക്ക്. ഇന്ത്യൻ കായിക രംഗത്തെ ഒരു പ്രശസ്ത വനിതാ കായിക താരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നൽകാൻ പോകുന്നത്. ഹൈദരാബാദാണ് ഇവരുടെ സ്വദേശം. സൈന നെഹ്വാൾ ശരിയായ ഉത്തരമല്ല. എന്റെ അടുത്ത ഓപ്ഷൻസ് അതുമായി മാച്ച് ചെയ്യുന്നുമില്ല. അടുത്ത സൂചനയിലേക്ക്. 2004 ഇവർ അർജുന അവാർഡ് നേടി. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നേരത്തെ ഒരു ഉത്തരം തെറ്റായി പറഞ്ഞുകൊണ്ടുള്ള, ഇനി 2 ടീമുകൾക്ക് മാത്രമാണ് ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാകുന്നത്. പറഞ്ഞു. ഷൈനി വിൽസൺ തെറ്റായ ഉത്തരമാണ്. അപ്പോ ഇനി ആരും ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉത്തരം പറയാത്ത നജീം അല്ലേ? നജീം ആൻഡ് ഫാമിലിയെ ഞാൻ പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച കായിക താരത്തെക്കുറിച്ചുള്ള മറ്റ് ഓപ്ഷനിലേക്ക് കിടക്കാം. ടെന്നീസ് ആണ് ഇവരുടെ കായിക വിനോദം. ഇവരെ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻസിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇതെല്ലാം എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഉത്തരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചാടിയ ഉത്തരം പറയരുതെന്ന് എല്ലാവരോടും പറഞ്ഞത്. സാനിയ മിർസയായിരുന്നു ശരിയായ ഉത്തരം. സാനിയ മിർസ എന്ന ഉത്തരം പറയാതെ തന്നെ കായംകുളത്ത് നിന്ന് വന്ന നജീം ആൻഡ് ഫാമിലിയെ ഞാൻ പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിക്കട്ടെ. നജീം ആൻഡ് റജീന, പച്ചക്കുതിരയിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ പ്രതീക്ഷാ സൂചന നൽകുമ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഈ വേദിയിലേക്ക് വരുന്നത്. ഇത് ഉത്തരങ്ങൾ പറയാതെ തന്നെ ഇതിനകത്തേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് അല്ലേ? റജീന അധ്യാപികയാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഒരു തീരദേശ സ്കൂളാണ്, ആറാട്ടുപുഴ മംഗലം സ്കൂൾ എന്ന് പറയും. ഗവൺമെന്റ് സ്കൂളാണ്. ആറാട്ടുപുഴ സുനാമി ബാധിത പ്രദേശമാണ്. കടലിനോട് വളരെ അടുത്തുള്ളൊരു സ്കൂളാണ്.
ഒരുപാട് കരിമണലൊക്കെ ഉള്ള സ്ഥലമല്ലേ ആറാട്ടുപുഴ? അവിടെ ഈ കരിമണൽ ഖനനമൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, ഖനനമില്ല, നടന്നിട്ടില്ല. ഇല്ല. അപ്പോ അവിടെ താമസിക്കുന്ന, ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ആറാട്ടുപുഴ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ കടലിനോട് വളരെ ചേർന്ന് വീട് വെച്ച് താമസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കരിമണൽ ഖനനം ഇവിടെ നടക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുത്തിട്ട് ഈ സ്ഥലത്തിന് കിട്ടുന്ന വിലയും വാങ്ങി ഈ കടലിൽ നിന്ന് മാറി കുറച്ചും കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ലേ നല്ലത്? പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്, ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വേറെ തൊഴിലറിയില്ല, അതുകൊണ്ട് അവർ അവിടെ വിട്ടു പോകില്ല എന്നാണ്. എപ്പോഴും അങ്ങനെയാണ്, ഒരു ജന്മദേശത്തോട് എപ്പോഴും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പല സ്ഥലത്തും വളരെ തിങ്ങിയ ആളുകൾ, വളരെ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല കമേഴ്സ്യൽ വാല്യൂ ഉള്ള സ്ഥലങ്ങളല്ലേ, ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെന്റിന് 1 ഏക്കർ വെച്ച് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള പൈസ കിട്ടും, പക്ഷെ എന്താണ് ഇവിടെ വിട്ടു പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം ഇവിടെയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഓടിക്കൂടാനുള്ള ആളുകൾ ഇവിടെയാണ്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്ട്രീറ്റാണ്, അപ്പൊ കടകളുടെയൊക്കെ ഇടയിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ എന്നാലും ആ ജനിച്ചു വളർന്ന സ്ഥലത്തോട് എപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടാവും. നജീമിന്റെ ഒരു പ്രത്യേക കഴിവിനെ പറ്റി പറഞ്ഞു. എന്താണ് ആക്യുപ്രഷർ ചികിത്സയുടെ പേര്? അത് എന്റെ ഒരു കഴിവല്ല, ഞാനൊരു പഠിച്ചൊരു സംഭവമാണ്. അതായത് സുജോക്ക് അക്യുപ്രഷർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആണ്. സുജോക്ക് ഏത് രാജ്യത്തു നിന്നാണ്? അത് കൊറിയൻ ട്രീറ്റ്മെന്റ് ആണ്. കൈകാലുകളിലുള്ള പ്രഷർ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ചികിത്സയാണ്, മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ്. ഏത് രോഗത്തിനൊക്കെ ചികിത്സിക്കാം? മിക്കവാറും രോഗങ്ങൾക്കെല്ലാം അത് ചികിത്സയുണ്ട്. എങ്ങനെയാണ് ചികിത്സയുടെ ഒരു രീതി? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ തലവേദന സാധാരണയായിട്ട് എല്ലാവർക്കും ജനറലായിട്ട് വരുന്ന തലവേദനയ്ക്ക് നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ചുറ്റിയിടുക. ഒരു 2 മിനിറ്റിന് ശേഷം അത് ഊരി മാറ്റിയാൽ തലവേദന മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകും. കംപ്ലീറ്റ് മാറിയിട്ടില്ലെങ്കിൽ അടുത്ത വിരലിലും അതേപോലെ തള്ളവിരൽ. അതുപോലെ ഒരുപാട് ചികിത്സകളുണ്ട്. അതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചില സ്ഥലങ്ങളിൽ പ്രഷർ കൊടുക്കുന്നു. അല്ല, ബിപിക്ക് ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്. ബിപിക്ക് നമ്മുടെ കൈയുടെ ഈ പോയിന്റിൽ ഇത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യാം. പിന്നെ സ്പോണ്ടിലോസിസിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ മിക്ക അസുഖങ്ങൾക്കും, മാരകമല്ലാത്ത മിക്ക അസുഖങ്ങൾക്കും ഇതിൽ ട്രീറ്റ്മെന്റ്. ഫലപ്രദമായ ചികിത്സ ഒരു പുതിയൊരു അറിവാണ്. അല്ല, അത്തരം ചികിത്സകൾ കണ്ടെത്താൻ കഴിയട്ടെ, അത്തരം ചികിത്സകൾ പ്രചരിക്കാൻ ഇടവരട്ടെ. കാരണം മരുന്നുകൾ ആവശ്യപ്പെടുന്ന പല അസുഖങ്ങൾക്ക് നമുക്ക് വലിയ വില കൊടുത്ത് മരുന്നുകൾ വാങ്ങിക്കേണ്ടി വരുന്നു. അതിനിടയിൽ നടക്കുന്ന മാനിപ്പുലേഷൻസ്, അതിന് പ്രവർത്തിക്കുന്ന മാഫിയ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മരുന്നുകൾ ആവശ്യമില്ലാത്ത ഇത്തരം ചികിത്സകൾ സാധാരണക്കാരന് ലഭിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ പച്ചക്കുതിരയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ സമ്മാനം ഓപ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ലാമിയ സിൽക്സിന്റെ ഡ്രസ് മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. അപ്പോൾ 1000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിന്റെ ഡ്രസ് മെറ്റീരിയൽസ് സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം.